ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്റ്റ് ക്രിയേറ്റീവ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫിഷ് മപ്പാസാണ്. ഇത് നമ്മൾ കരിമീൻ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിനു മുന്നേ വേറൊരു ഫിഷ് മപ്പാസിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് കണ്ടാൽ മതി. ഈ മപ്പാസ് ഉണ്ടാക്കാനും കരിമീൻ തന്നെ വേണമെന്നില്ല, ഏത് മീൻ വെച്ചിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന കരിമീൻ ഒമാൻ്റെ കരിമീനാണ്. അതുകൊണ്ടാണ് ഈ വലുപ്പത്തിലിരിക്കുന്നത്. ഇത് നാട്ടിൽ നമുക്ക് കിട്ടുന്ന കരിമീനിനേക്കാളും കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടായിരിക്കും. 1 കിലോ കരിമീനാണ് എടുത്തിട്ടുള്ളത്. ഇത് കഴുകിയതിന് ശേഷം നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളി എടുത്ത് കുറച്ച് വെള്ളത്തിലിട്ട് ആ വെള്ളത്തിൽ ഈ കരിമീൻ ഇട്ടിട്ട് അരമണിക്കൂറിന് ശേഷം കത്തി വെച്ച് ചെറുതായിട്ടൊന്ന് ഉരച്ചു കഴിഞ്ഞാൽ കറുത്ത കളറെല്ലാം പോയി കിട്ടും. അങ്ങനെ ക്ലീൻ ചെയ്തെടുത്തതാണിത്. ഇനി ഇത് മാരിനേറ്റ് ചെയ്യാനായിട്ട് ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. കുരുമുളക് ഫ്രഷായിട്ട് ചതച്ച കുരുമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതുപോലത്തെ കുരുമുളക് പൊടി ഇല്ല എങ്കിൽ സാധാരണ കുരുമുളക് പൊടി ഇട്ട് കൊടുത്താലും മതി. കുരുമുളക് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുന്നുണ്ട്, കാരണം ഞാനിവിടെ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നില്ല. നമ്മൾ കറി ഉണ്ടാക്കുമ്പം കളർ കുറച്ച് മാറാൻ ചാൻസ് ഉണ്ട് മുളക് പൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് ഞാനിവിടെ മുളക് പൊടി ഇട്ട് കൊടുക്കാത്തത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നല്ലപോലെ മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കണം. അരമണിക്കൂറൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് നമ്മൾക്ക് ഇതിനകത്തോട്ട് വേണ്ട ബാക്കി ചേരുവകൾ റെഡിയാക്കി എടുക്കാം. ചെറിയ ഉള്ളി കുറച്ചധികം വേണം. 10 ആദ്യമേ തന്നെ വഴറ്റാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 3 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില, ഒരു തക്കാളിയുടെ പകുതി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ബാക്കി പകുതി ഇതേപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പകുതി സവാള ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ ഉള്ളി അരിഞ്ഞത് 1 കപ്പ്, ഇഞ്ചി അരിഞ്ഞത് 2 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി അരിഞ്ഞത് 2 ടേബിൾ സ്പൂൺ, പച്ചമുളക് 4-5 എണ്ണം നടുകീറി വെച്ചിട്ടുണ്ട്. പിന്നെ തക്കാളി വേറെ ഒരെണ്ണം ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില, ഇത്രയും ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ കറി ഉണ്ടാക്കാനായിട്ട് നമ്മൾ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യണം. അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. അതിനകത്തേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച മീൻ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. ഇതൊരുപാട് ഡീപ്പ് ഫ്രൈ ആക്കരുത്. തിരിച്ചും മറിച്ചുവിട്ട് ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരുപാട് തീ കൂട്ടി വെക്കേണ്ട ആവശ്യമില്ല. ചെറിയ തീയിൽ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരു സൈഡ് ആയി കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. ഇത്രയും ആയാൽ മതി. ഇനി നമ്മൾക്കിത് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും 1-2 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾക്കിത് എണ്ണയ്ക്കകത്ത് എടുത്ത് മാറ്റാം. നമ്മൾ തേച്ച് കൊടുത്ത ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും എല്ലാം ഇതിനകത്ത് നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പം ഇത് ഷാലോ ഫ്രൈ ആയി കഴിഞ്ഞു. നമ്മൾക്കിത് എണ്ണയ്ക്കകത്ത് എടുത്ത് മാറ്റാം. എല്ലാ മീനും എടുത്ത് മാറ്റുക. അതിനുശേഷം രണ്ടാമത്തെ ഒരു ട്രിപ്പും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം എല്ലാ മീനും ഷാലോ ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് സൈഡിലോട്ടൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഇതേ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ബാക്കി ചേരുവകൾ വഴറ്റുന്നത്. നമ്മൾ നേരത്തെ എടുത്ത 10 ചെറിയ ഉള്ളി നടു ഒന്ന് കീറിയതിന് ശേഷം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി കുറച്ച് വലിയ കഷ്ണമായിട്ടാണ് അരിഞ്ഞിട്ട് കൊടുക്കുന്നത്. വെളുത്തുള്ളിയും അതേപോലെ തന്നെ ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കുക. ഉള്ളിയെല്ലാം കുറച്ചൊന്ന് വാടി വരണം. കുറച്ച് വാടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതിനകത്തോട്ട് തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇപ്പം ഇതിവിടെ കുറച്ച് വാടി വന്നിട്ടുണ്ട്. ഇനി വലിയൊരു തക്കാളിയുടെ പകുതിയാണ് ഇതിനകത്തേക്ക് അരിഞ്ഞിട്ട് കൊടുക്കുന്നത്. മറ്റേ പകുതി സ്ലൈസ് ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. അത് നമ്മൾക്ക് അവസാനം ആവശ്യമുണ്ട്. തക്കാളിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കുക. തക്കാളിയെല്ലാം നല്ലപോലെ ഉടഞ്ഞു വരണം. ഈ സമയത്ത് നമ്മൾക്ക് ഇതിനകത്തോട്ട് പൊടികളിട്ട് കൊടുക്കാം. ആദ്യമേ ഇട്ട് കൊടുക്കുന്നത് 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തോട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 3/4 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇട്ട് കൊടുക്കുന്നത് ചില്ലി പൗഡറാണ്. ചില്ലി പൗഡർ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. 1.5 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എരിവുള്ള മുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. ഒരുപാട് പൊടികൾ നമ്മൾക്ക് ഇതിനകത്തോട്ട് ആവശ്യമില്ല. ഇനി നമ്മൾക്ക് ഇതിനകത്തേക്ക് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാനുണ്ട്. മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇത്രയും പൊടികൾ നമ്മൾക്ക് ഇതിനകത്തേക്ക് ആവശ്യമുള്ളൂ. എല്ലാം കൂടെ ഒന്നും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. വഴറ്റി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതിൻ്റെ അടിഭാഗം കരിഞ്ഞു പോകുമെന്ന് തോന്നുകയാണെങ്കിൽ വേറൊരു പാത്രത്തിനകത്തോട്ട് മാറ്റി വയ്ക്കാം. ഇത് നന്നായി ചൂടാറി വന്നതിന് ശേഷം വേണം നമുക്ക് അരച്ചെടുക്കാനായിട്ട്. അപ്പം ആ സമയം കൊണ്ട് നമുക്ക് ഇതിനകത്തേക്ക് വേണ്ട തേങ്ങാപ്പാൽ റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് കുറച്ച് വലിയൊരു തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിനകത്തേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് ആദ്യമേ തന്നെ 1-ാം പാൽ റെഡിയാക്കി എടുക്കാം. 3/4 കപ്പ് 1-ാം പാലാണ് മാറ്റി വെച്ചിട്ടുള്ളത്. അതിനുശേഷം 2-ാം പാലും 3-ാം പാലും കൂടെ 2.5 ഗ്ലാസ് തേങ്ങാപ്പാൽ റെഡിയാക്കി വെക്കാം. ഈ സമയമാകുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ വഴറ്റി വെച്ചത് നല്ലപോലെ ചൂടാറി വന്നിട്ടുണ്ടായിരിക്കും. അത് മിക്സിയുടെ ചെറിയ ജാറിനകത്തേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. തീരെ തരിയൊന്നും ഇല്ലാത്ത രീതിയിൽ വേണം അരച്ചെടുക്കാനായിട്ട്. ഇനി ഇതും സൈഡിലോട്ടൊന്ന് മാറ്റി വയ്ക്കാം. തേങ്ങാപ്പാലും അരപ്പും എല്ലാം റെഡിയായി കഴിഞ്ഞു. ഇനി മീൻകറി ഉണ്ടാക്കാനായിട്ട് വലിയൊരു ചട്ടി അടുപ്പത്തോട്ട് വയ്ക്കാം. അതിനകത്തേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം.
ഇതിനകത്തേക്ക് നമ്മൾ മുഴുവനായിട്ടുള്ള ഉലുവയാണ് യൂസ് ചെയ്യുന്നത്, ഉലുവയുടെ പൊടിയല്ല. ഉലുവ എന്ന പൊട്ടി വരുമ്പോൾ നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ച ഇഞ്ചി നീളത്തിലരിഞ്ഞത് 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് വെളുത്തുള്ളിയും തിന്നായിട്ട് നീളത്തിലരിഞ്ഞത് 2 ടേബിൾ സ്പൂൺ. പിന്നെ 4 പച്ചമുളക് കീറിയത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവ് കൂടുതൽ വേണമെന്നുള്ളവരാണെങ്കിൽ 5 6 പച്ചമുളക് വരെ ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇത് കുറച്ചൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1 കപ്പാണ് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത്, അത് അങ്ങനെ ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു വലിയ സവാളയുടെ പകുതി മാത്രമേ അരിഞ്ഞിട്ടുള്ളൂ, അതിട്ട് കൊടുക്കാം. സവാളയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ മീനിൽ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, അപ്പം അതെല്ലാം നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി ആവശ്യമാണെങ്കിൽ പിന്നീട് നമ്മൾക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം ഉള്ളിയെല്ലാം കുറച്ച് വഴന്നു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾക്ക് ഇതിനകത്തോട്ട് 1 തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ചെറിയൊരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത്, അത് ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. തക്കാളിയെല്ലാം നല്ലപോലെ ഉടഞ്ഞു വരണം. ഇപ്പം ഇതിവിടെ കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾക്ക് നേരത്തെ അരച്ച് വെച്ച പേസ്റ്റ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ചെറിയ ഉള്ളിയും പൊടികളും എല്ലാം വഴറ്റിയതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇത് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം നമ്മൾ ഓൾറെഡി വഴറ്റിയിട്ടാണ് അരച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 2.5 കപ്പ് 2ാം പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. 2ാം പാലും 3ാം പാലും കൂടി ആയിട്ട് 2.5 കപ്പ് എടുത്താലും മതി. ഞാനിവിടെ മിക്സിക്കകത്ത് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ട് അതാണ് ആദ്യം ഒഴിച്ചു കൊടുത്തത്. അതിനുശേഷം ബാക്കിയുള്ളതും കൂടെ ഒഴിച്ചു കൊടുക്കുക. എല്ലാം കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ സമയത്ത് നമ്മൾക്ക് വീണ്ടും ഉപ്പ് നോക്കാം. ഉപ്പ് ആവശ്യമാണെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കാം. കട്ടിയുള്ള 1ാം പാല് നമ്മൾ 3/4 കപ്പ് മാറ്റി വെച്ചിട്ടുണ്ട്, അത് നമ്മൾക്ക് അവസാനം ഒഴിച്ചു കൊടുക്കാനുള്ളതാണ്. ഞാനിവിടെ ഉപ്പ് നോക്കി കഴിഞ്ഞപ്പോൾ കുറച്ച് കുറവാണ്. 1/2 ടീസ്പൂൺ കൂടെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഫ്രഷായിട്ട് ചതച്ച 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കറിയുടെ ടേസ്റ്റ് ഒന്നുകൂടെ കൂടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ തക്കാളി എടുക്കുമ്പോൾ നല്ല പുളിയുള്ള തക്കാളി തന്നെ വേണം എടുക്കാനായിട്ട്, കാരണം നമ്മളിതിനകത്ത് കുടംപുളിയോ മറ്റേ പുളിയോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതിനകത്തേക്ക് നേരത്തെ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ച മീൻ ഇട്ട് കൊടുക്കാം. ഇപ്പം ഇതിവിടെ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനിവിടെ മീനെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം മീനെല്ലാം ഇട്ട് കൊടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ ഇതേപോലെ ചുറ്റിച്ചിട്ട് വേണം ഒന്നത് വേവിച്ചെടുക്കാനായിട്ട്. സ്പൂൺ വെച്ച് ഒരുപാട് കുത്തി ഇളക്കരുത്. കുറച്ച് നേരം ഇതൊന്ന് തിളയ്ക്കണം. മീനെല്ലാം ഒന്ന് വെന്ത് വരണം. നമ്മൾ ഓൾറെഡി ഇത് ഷാലോ ഫ്രൈ ചെയ്ത കാരണം ഒരുപാട് വേവ് ഉണ്ടായിരിക്കത്തില്ല. എന്നാലും ഇതിൻ്റെ ഉള്ളിലേക്ക് പുളിയും എല്ലാം ഒന്ന് പിടിക്കാനായിട്ട് കുറച്ച് നേരം ഒന്ന് തിളപ്പിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. അടിക്ക് പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുപാട് കട്ടിയായിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതായത് നമ്മൾ അരപ്പൊക്കെ ഒഴിച്ചതുകൊണ്ട് ചിലപ്പം കുറച്ച് കട്ടിയായിട്ടുണ്ടായിരിക്കും. അങ്ങനെയുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പം മീനെല്ലാം നന്നായി വെന്ത് കഴിഞ്ഞു. നമ്മൾ നേരത്തെ സ്ലൈസ് ചെയ്ത് വെച്ച ടൊമാറ്റോ ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. തക്കാളിയും കൂടെ വെച്ച് കൊടുത്തതിന് ശേഷവും നേരത്തെ നമ്മൾ ചെയ്ത അതേപോലെ തന്നെ ചുറ്റിച്ചെടുക്കുക. തക്കാളിക്ക് ഒരുപാട് വേവ് കാണത്തില്ല, ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി. ആ സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് ഇനി 1ാം പാലാണ് ഒഴിച്ചു കൊടുക്കാനുള്ളത്. 1ാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നേരം ഇട്ട് തിളപ്പിക്കരുത്. 1ാം പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷവും എല്ലാം കൂടെ വീണ്ടും ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതേപോലെ തന്നെ ചുറ്റിച്ചു കൊടുത്താൽ മതി. ഇനി നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. 1ാം പാൽ ഒഴിച്ചതിന് ശേഷം ചെറുതായിട്ട് ഇതിവിടെ തിള വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇത് മൺചട്ടി ആയതുകൊണ്ടാണ് ഇപ്പോഴും ഇത് തിളച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ചും കൂടെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇപ്പം ഫ്ലെയിം ഓഫ് ചെയ്തിരിക്കുകയാണ്. കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുമ്പോൾ കറിക്ക് നല്ലൊരു മണമായിരിക്കും വരുന്നത്. അതിനുശേഷം നമ്മൾക്ക് ഇതൊന്ന് അടച്ചു വെക്കാം. കുറച്ച് നേരം അടച്ചു വെച്ചതിന് ശേഷം വേണം നമ്മളിത് പിന്നെ എടുക്കാനായിട്ട്. ഇപ്പം നമ്മളുടെ കറി അടച്ചു വെച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ട്. കറിയെല്ലാം റെഡിയായി കഴിഞ്ഞു. നല്ല മണവും നല്ല ടേസ്റ്റുമാണ് ഈ കറിക്ക്. അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും എല്ലാം നല്ല കോമ്പിനേഷനാണ്. കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ ചാറെല്ലാം നല്ലപോലെ തിക്കായിട്ട് വരും. അതെല്ലാം നോക്കിയിട്ട് വേണം നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാനായിട്ട്. പിന്നെ കരിമീനിന് പകരം ഏത് മീൻ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനോടെ ക്ലിക്ക് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇതുണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്